നമസ്കാരം, എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നോക്കുന്നത്. ഗ്രാഫുകളാണ് പഠിക്കേണ്ടത്. എന്താണ് ഗ്രാഫ്? ഗ്രാഫ് നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും കാണാറുണ്ട്. പത്രങ്ങളിൽ കാണാറുണ്ട്, ടെലിവിഷനിൽ കാണാറുണ്ട്, മൊബൈൽ ഫോണിൽ കാണാറുണ്ട്. എന്താണ് ഗ്രാഫ്? ഇപ്പോൾ ഗ്രാഫ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ കാണുന്ന ഗ്രാഫുകൾ ഏതൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ ഗ്രാഫുകൾ കണ്ടിട്ടുണ്ടാവാം എന്ന് ഞാൻ നോക്കാം. നമുക്ക് ടൈമും പ്രൈസും തമ്മിലുള്ളൊരു ഗ്രാഫ്. ഇപ്പോൾ സാധന സാമഗ്രികളുടെ കമോഡിറ്റീസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുടെ വില കാലം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടെ കുറയുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് ഈ പറഞ്ഞ സാധനങ്ങളുടെ വില വ്യത്യാസപ്പെടുന്നത്, കൂടുകയും കുറയുകയും ചെയ്യുന്നത്? അത് നമുക്ക് പറഞ്ഞ് സൂചിപ്പിക്കാൻ സാധിക്കും, എഴുതി സൂചിപ്പിക്കാൻ സാധിക്കും, വരച്ചും സൂചിപ്പിക്കാൻ സാധിക്കും. ഇതിലേറ്റവും എളുപ്പത്തിലുള്ള രീതി, പെട്ടെന്ന് സൂചിപ്പിക്കാനും മനസ്സിലാക്കാനും എളുപ്പമുള്ള വഴിയെന്ന് പറയുന്നത് വരച്ച് കാണിക്കലാണ്. വരയ്ക്കുന്നത് ഗ്രാഫിലൂടെയാണ് വരയ്ക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രൈസ് ടൈമിനനുസരിച്ച് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് അത് സൂചിപ്പിക്കാൻ ഗ്രാഫ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഓരോ ഓവർ കഴിയും തോറും റൺസ് കൂടിക്കൂടി വരും. എങ്ങനെയാണ് ഓവറുകൾ കഴിയുന്നതിനനുസരിച്ച് റൺസ് വ്യത്യാസപ്പെടുന്നത്, ആ റൺ റേറ്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, അതിനെ സൂചിപ്പിക്കാൻ ഗ്രാഫ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് ഭൗതിക രാശികൾ, രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ അത് വ്യത്യാസപ്പെടുന്നു, ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു, ഇതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര ഉപാധിയാണ്, മാർഗമാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക് ടു റെപ്രസെൻറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ഗ്രാഫുകളുടെ ഉപയോഗം സയൻസിൽ ധാരാളമുണ്ട്. ഫിസിക്സിലാണ് അത് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ മെക്കാനിക്സ് എന്ന ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ബേസിക്സാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഗ്രാഫുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ മെക്കാനിക്സിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ഭംഗിയായി മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗ്രാഫുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മെക്കാനിക്സിനകത്ത് ഉപയോഗിക്കുന്ന ഗ്രാഫുകൾ പലതുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്ന ഗ്രാഫുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗ്രാഫുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ടൈം പൊസിഷൻ ഗ്രാഫ്, സമയ സ്ഥാന ഗ്രാഫ്. രണ്ടാമത്തത് ടൈം വെലോസിറ്റി ഗ്രാഫ്, സമയ പ്രവേഗ ഗ്രാഫ്. ഈ ഗ്രാഫുകൾ വരയ്ക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കണം. അതിന് ഏറ്റവും അത്യാവശ്യം അറിയേണ്ടത് ഈ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ ഗ്രാഫിൽ സമയം, സ്ഥാനം എങ്ങനെ രേഖപ്പെടുത്തുമെന്നാണ്. ഗ്രാഫ് വരയ്ക്കുന്നത് ഗ്രാഫ് പേപ്പറിലാണ്. ആ ഗ്രാഫ് വരയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് അക്ഷങ്ങൾ ഉപയോഗിക്കും. രണ്ട് അക്ഷങ്ങൾ. തിരശ്ചീന ദിശയിലുള്ള ഈ അക്ഷത്തെ നമ്മൾ എക്സ് അക്ഷം എന്നാണ് വിളിക്കുക. വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന ലംബ ദിശയിൽ വരുന്ന ഈ അക്ഷം സാധാരണ നമ്മൾ വൈ അക്ഷം എന്നാണ് വിളിക്കുക. ഈ തിരശ്ചീന അക്ഷത്തിൽ സമയത്തെ സൂചിപ്പിക്കും, വെർട്ടിക്കലായിട്ടുള്ള ലംബ അക്ഷത്തിൽ നമ്മൾ സ്ഥാനത്തെ സൂചിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം വെലോസിറ്റി ഗ്രാഫ് വരയ്ക്കുമ്പോൾ എവിടെയാണ് സമയത്തെ സൂചിപ്പിക്കുക? സമയം എക്സ് അക്ഷത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുക. എവിടെയാണ് വെലോസിറ്റി, പ്രവേഗത്തെ സൂചിപ്പിക്കുക? ലംബ അക്ഷത്തിലാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട്. അതിൽ വരയ്ക്കുമ്പോൾ ആ ഗ്രാഫുകൾ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ സമയവും സ്ഥാനവും പ്രവേഗവും സ്ഥാനവും ഏതൊക്കെ അക്ഷങ്ങളിലാണ് പ്ലോട്ട് ചെയ്യുക, സൂചിപ്പിക്കുക എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഗ്രാഫുകൾ വരച്ച് ശീലിക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഈ സമയസ്ഥാന ഗ്രാഫിനെ രണ്ടായിട്ട് തിരിക്കുക. നമുക്ക് സമയത്തിനനുസരിച്ച് സ്ഥാനം എങ്ങനെ മാറുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് സമയസ്ഥാന ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് വിച്ച് ഷോസ് ദ വേരിയേഷൻ ഓഫ് പൊസിഷൻ വിത്ത് എ ടൈം, അതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ടൈം പൊസിഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ പൊസിഷൻ രണ്ട് തരത്തിലാവാം, അല്ലെങ്കിൽ പൊസിഷൻ്റെ വേരിയേഷൻ നമുക്ക് രണ്ട് രീതിയിൽ സൂചിപ്പിക്കാൻ പറ്റും. സമയത്തിനനുസരിച്ചൊരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം, ഡിസ്റ്റൻസ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അതിനെ ഈ ഗ്രാഫിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചൊരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് മാറുന്നത് അതിനെ സൂചിപ്പിക്കുക. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫുകൾ രണ്ട് ടൈപ്പാണ്, രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ടൈം ഡിസ്റ്റൻസ് ഗ്രാഫ്,
ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. വേരിയേഷൻ ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം അതിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് ടൈം പൊസിഷൻ ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്. ദെയർ ആർ ടു ടൈപ്സ്, ടൈം ഡിസ്റ്റൻസ് ഗ്രാഫ്, ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് എങ്ങനെ മാറുന്നു, ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ മാറുന്നതിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫുകളാണ് അവ. അതുപോലെ ടൈം വെലോസിറ്റി ഗ്രാഫ് പോലെ തന്നെ നമുക്ക് ടൈം സ്പീഡ് ഗ്രാഫും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രവേഗം സമയത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു, ഹൗ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് ദ ടൈം, അതിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതേ കണക്ക് ഒരു വസ്തുവിൻ്റെ സ്പീഡ് എങ്ങനെ വേരി ചെയ്യുന്നു, അതാണ് ടൈം സ്പീഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫുകൾ ബേസിക്കലി രണ്ടെണ്ണം നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഗ്രാഫുകൾ തന്നെ ഇതിൽ നിന്ന് തന്നെ പല ടൈപ്പ് ഗ്രാഫുകൾ നമുക്ക് വേറെയും നമുക്ക് സൂചിപ്പിക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് ഗ്രാഫുകൾ വരച്ച് ശീലിക്കാം. ആദ്യം ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, ഒരു സമയസ്ഥാന ഗ്രാഫ് നമുക്ക് വരച്ച് പഠിക്കാം. ഇവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ പരിഗണിച്ചിട്ടുണ്ട്, AF എന്ന സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈനിൽ വ്യത്യസ്ത ഇടങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. A, B, C, D, E, F. A എന്ന സ്ഥാനം അതിന് ഞാൻ 0 മീറ്റർ, A എന്ന പൊസിഷനെ 0 മീറ്റർ എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. B എന്ന പൊസിഷൻ എയിൽ നിന്ന് 10 മീറ്റർ അകലത്തിൽ, അതുകൊണ്ട് 10 മീറ്റർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ B to C 10 മീറ്റർ അകലമുണ്ട്. അപ്പോൾ ഞാനതിനെ എയിൽ നിന്ന് ഉള്ള ദൂരമാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ബിയിൽ നിന്ന് സി വരെ 10 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എയിൽ നിന്നാണെങ്കിലോ 20 മീറ്റർ, എയിൽ നിന്ന് D 30 മീറ്റർ, എയിൽ നിന്ന് E 40 മീറ്റർ, 50 മീറ്റർ, അങ്ങനെ ഓരോ ഇടങ്ങളും ആ ഇടങ്ങളുടെ സ്ഥാനം എയിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു വാഹനം എഫിലോട്ട് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 സെക്കൻഡിൽ, ബിയിലെത്തിയത് 2 സെക്കൻഡിൽ, സിയിൽ 4 സെക്കൻഡിൽ, ഡിയിൽ 6 സെക്കൻഡിൽ, 8 സെക്കൻഡ്, 10 സെക്കൻഡ്, എങ്ങനെ എത്തിയെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? എങ്ങനെ വരയ്ക്കും? ഒരു ഗ്രാഫ് വരയ്ക്കുന്നതിന് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അനുവർത്തിക്കാം. ആദ്യം വേണ്ടത് ഏത് ഗ്രാഫാണ് വരയ്ക്കേണ്ടത്? സമയസ്ഥാന ഗ്രാഫ്. അപ്പോൾ ഏത് ഗ്രാഫാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. സമയസ്ഥാന ഗ്രാഫ്. സമയസ്ഥാന ഗ്രാഫ് എന്താണ്? സമയത്തിനനുസരിച്ച് സ്ഥാനം എങ്ങനെ മാറുന്നു, ഹൗ ദ പൊസിഷൻ ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് ദ ടൈം, അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുന്നത് എങ്ങനെയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ടേബിൾ വേണം. ആ ടേബിൾ നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം പൊസിഷൻ ടേബിൾ ആദ്യം തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിക്കോളൂ. ഞാനൊരു ടേബിൾ വരയ്ക്കുകയാണ്. ആ ടേബിളിൽ ടൈം, പൊസിഷൻ രണ്ടും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതേപോലെ നമ്മളുടെ ബന്ധം എന്താണ്, അതിനെ ഞാൻ സൂചിപ്പിക്കാൻ പോവാം. രണ്ടും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അപ്പോൾ യൂണിറ്റ് കൂടെ ഉൾപ്പെടുത്തണം. സമയം സെക്കൻഡ് എന്ന യൂണിറ്റിലും പൊസിഷൻ മീറ്റർ എന്ന യൂണിറ്റിലുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ടേബിളിനകത്ത് വരേണ്ടത് എന്താണ്? ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ റിലേഷനാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സമയങ്ങളിൽ സ്ഥാനം എവിടെയൊക്കെ ആയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഡേറ്റയാണ് വേണ്ടത്. ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ഈ സഞ്ചാര പഥം നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 0 സെക്കൻഡിൽ, 2 സെക്കൻഡിൽ, 4 സെക്കൻഡിൽ, 6 സെക്കൻഡിൽ, 8 സെക്കൻഡിൽ, 10 സെക്കൻഡിൽ പൊസിഷൻസ് എവിടെയായിരുന്നു എന്ന്. 0 സെക്കൻഡിൽ 0 മീറ്ററിലായിരുന്നു, എയിലായിരുന്നു. 2 സെക്കൻഡ് ആയപ്പോഴേക്കും പൊസിഷൻ ബിയിലോട്ട് മാറി, അതായത് 10 മീറ്ററിലെത്തി. 4-ൽ അത് 20-ലെത്തി, 30-ൽ, 40-ൽ, 50-ൽ എത്തി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഏത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ഗ്രാഫ് വരയ്ക്കുന്നതിലേക്ക് ആവശ്യമായ സ്യൂട്ടബിൾ ടേബിൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഈ ഫിഗർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എയിൽ നിന്ന് BFലോട്ട് ഒരു വസ്തു സഞ്ചരിക്കുന്നു, ഈ രീതിയിൽ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ടേബിൾ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേ ചോദ്യം വേറെ രീതിക്ക് ചോദിക്കാം. 50 മീറ്റർ അകലത്തിലായിട്ട് 2 മരങ്ങൾ നിൽപ്പുണ്ട്. ഒന്നാമത്തെ മരത്തിൽ നിന്ന് രണ്ടാമത്തെ മരത്തിലേക്ക് ഒരു പക്ഷി 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുകയാണ്, പറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പറക്കലിൻ്റെ സമയസ്ഥാന ഗ്രാഫ് വരയ്ക്കുക.
അങ്ങനെയാണെങ്കിൽ 5 മീറ്ററാണ് പക്ഷിയുടെ വേഗത. അപ്പോൾ 1 സെക്കൻഡിൽ 5 മീറ്റർ ട്രാവൽ ചെയ്യും എങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊസിഷൻ 0, 1 സെക്കൻഡ് കഴിയുമ്പോൾ 5 മീറ്റർ, അപ്പോൾ 2 സെക്കൻഡിൽ 10 മീറ്റർ, 4 സെക്കൻഡിൽ 20, 6 സെക്കൻഡിൽ 30, 8 സെക്കൻഡിൽ 40, 10 സെക്കൻഡിൽ 50, 10 സെക്കൻഡ് ആകുമ്പോഴേക്കും രണ്ടാമത്തെ മരത്തിലെത്തും, അവിടെ മോഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ചോദ്യം ഇങ്ങനെ വളരെ ലളിതമായിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ അല്പം ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിക്കത്തക്ക വണ്ണം ചോദിക്കാം. അപ്പോൾ ടേബിളായി. ഇനി വേണ്ടത് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷനെ ഗ്രാഫായിട്ട് മാറ്റുക, ഈ ബന്ധത്തെ, ഈ ഡേറ്റയെ നമ്മൾ വരച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗ്രാഫ് പേപ്പർ എടുക്കും. ഇവിടെ ഞാൻ ഗ്രാഫ് പേപ്പറല്ല ബോർഡിൽ വരയ്ക്കുകയാണ്. ഗ്രാഫ് പേപ്പർ എടുക്കുന്നു. അവിടെ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കും. ഈ ലൈൻസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ആക്സിസുകൾ എന്നാണ് വിളിക്കുക. ആക്സസ്. ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ഡാഷ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് വൈ ആക്സിസ് ആണ്. വൈ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രാഫ് പേപ്പർ എടുക്കുന്നു. ഗ്രാഫ് പേപ്പർ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ 2 ലൈൻസ് പ്ലോട്ട് ചെയ്യും. ഇനി വേണ്ടത് എക്സ് ആക്സിസിൽ ഒരു ക്വാണ്ടിറ്റിയെയും വൈ ആക്സിസിൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യണം. സാധാരണയായിട്ട് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് ടൈമാണ്. ടൈം എന്ന ക്വാണ്ടിറ്റി നമ്മൾ സൂചിപ്പിക്കുന്നു. ഈ ടൈം ഏത് യൂണിറ്റിലാണ് എന്നുള്ളത് കൂടെ അവിടെ സൂചിപ്പിച്ചിരിക്കണം. ദെൻ വൈ ആക്സിസിൽ പൊസിഷനാണ് സൂചിപ്പിക്കുക. ഏത് യൂണിറ്റിൽ? മീറ്റർ എന്ന യൂണിറ്റിൽ. ഇനി വേണ്ടത് ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്ന ലെങ്തിനകത്ത് ടൈം എന്ന ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കണം. രണ്ട് സ്വഭാവമുള്ള ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ ഈ ലെങ്തിനകത്ത് ഈ ടൈമിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ഒരു തോതെടുക്കണം, ഒരു സ്കെയിൽ എടുക്കണം. മീൻസ് ഈ ലെങ്തിന് ഒരു ഫിക്സഡ് ലെങ്ത് എത്ര സമയത്തെ സൂചിപ്പിക്കുന്നു എന്നൊരു കണക്ക് വെച്ചിട്ട്, എന്നൊരു സ്കെയിൽ എടുത്തിട്ട്, ഒരു സ്കെയിൽ ഫാക്ടർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ക്വാണ്ടിറ്റിയെ എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ പൊസിഷനെ സൂചിപ്പിക്കണമെങ്കിൽ നമുക്കൊരു തോത് വേണം. വൈ ആക്സിസിലെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, പർട്ടിക്കുലർ ലെങ്ത് 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ കൊണ്ട് എത്ര പൊസിഷനെ സൂചിപ്പിക്കാം? ആ ടൈമും പൊസിഷനും എങ്ങനെയാണ്, ഏത് സ്കെയിലിലാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ അടുത്ത് സൂചിപ്പിക്കേണ്ട 3rd സ്റ്റെപ്പ്. അതാണ്. അപ്പോൾ അതിവിടെ സാധാരണയായിട്ട് നമ്മളിവിടെ എഴുതും സ്കെയിൽ ഓഫ് ഗ്രാഫ്. അതിങ്ങനെയാണ്. ഇപ്പോൾ ടൈം എക്സ് എന്ന ആക്സിസിൽ, എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ കൊണ്ട്, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ കൊണ്ട്, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ കൊണ്ട് എത്ര ടൈമിനെ സൂചിപ്പിക്കാം? ഇവിടെ നമുക്ക് എത്ര സമയം സൂചിപ്പിക്കാനുണ്ട്? 10 സെക്കൻഡ് വരെ സൂചിപ്പിക്കാനുള്ളൂ. ആവശ്യം പോലെ ലെങ്ത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ കൊണ്ട് നമുക്ക് 1 സെക്കൻഡിനെ സൂചിപ്പിക്കാം. 1 സെൻറ്റിമീറ്റർ കൊണ്ട് 1 സെക്കൻഡ്. 1 സെൻറ്റിമീറ്ററിനെ കൊണ്ട് 2 സെക്കൻഡ് സൂചിപ്പിക്കാം. 2 സെൻറ്റിമീറ്റർ കൊണ്ട് 1 സെക്കൻഡ് സൂചിപ്പിക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് നോക്കുക, എത്ര സമയം വരെ സൂചിപ്പിക്കാനുണ്ട് നോക്കുക, അതിനനുസരിച്ച് തോത് സെലക്ട് ചെയ്യുക. ഇനി വൈ ആക്സിസിൽ വൈ അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ കൊണ്ട് എത്ര പൊസിഷനാണ് സൂചിപ്പിക്കാനുള്ളത് നോക്കണം. ഇവിടെ നമുക്ക് എത്ര മീറ്റർ വരെയാണ് സൂചിപ്പിക്കുന്നത്? 50 മീറ്റർ. അപ്പോൾ അവിടെ എടുത്ത പോലെ 1 സെൻറ്റിമീറ്റർ കൊണ്ട് 1 മീറ്ററിനെ സൂചിപ്പിക്കാം എന്നെടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 50 സെൻറ്റിമീറ്റർ വേണ്ടി ഒരു 50 മീറ്റർ സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ അത്രയും നീളം, അത്രയും ലെങ്ത് നമുക്ക് അവൈലബിൾ ആവണം നിർബന്ധമൊന്നുമില്ല. സാധാരണ അത് കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ 1 സെൻറ്റിമീറ്റർ കൊണ്ട് 5 മീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്നൊരു തോതെടുക്കാം. 5 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ എന്ന സ്കെയിൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്കെയിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് ഗ്രാഫ് നോക്കി ടേബിൾ ഉണ്ടാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു. എക്സിൽ ഏത് ക്വാണ്ടിറ്റി, വൈയിൽ ഏത് ക്വാണ്ടിറ്റി എന്ന് സൂചിപ്പിക്കുന്നു അലോങ് വിത്ത് ദർ യൂണിറ്റ്സ്. അടുത്ത സ്റ്റെപ്പ്, 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിളായിട്ട് സ്കെയിൽ സെലക്ട് ചെയ്യുന്നത്.
അടുത്ത സ്റ്റെപ്പിൽ ഈ സ്കെയിലിനനുസരിച്ച് നമ്മളിവിടെ ടൈമും പൊസിഷനും മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, രണ്ട് ആക്സിസുകൾ മീറ്റ് ചെയ്യുന്ന ഈ കോമൺ പോയിൻ്റ്, ദിസ് പോയിൻ്റ് ഈസ് നോൺ ആസ് ഒറിജിൻ ഓഫ് ദി ഗ്രാഫ്. ഈ ഒറിജിനിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ സ്കെയിൽ അനുസരിച്ച് ഈ ക്വാണ്ടിറ്റീസ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പൊസിഷൻ സാധാരണഗതിയിൽ 0 എന്നെടുക്കുക. ഏത് ക്വാണ്ടിറ്റിക്കും, എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിക്കും വൈ ആക്സിസിലെ ക്വാണ്ടിറ്റിക്കും 0 ആണ്, അത് സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അത് അങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ഗ്രാഫുകൾ വരച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 0 എന്ന് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ സ്കെയിൽ അനുസരിച്ച് 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1 സെക്കൻഡ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനത് എഴുതുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ 1 സെക്കൻഡ് എന്നിവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ടൈം സെക്കൻഡിലാണ് എന്നുള്ളത്. ദെൻ ഇനി എന്ത് വേണം? ഈ 50 മീറ്റർ എന്ന പൊസിഷൻ ഈ കാണിച്ചിരിക്കുന്ന തോതനുസരിച്ച് ഇവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 5 മീറ്റർ, 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 10 മീറ്റർ, 3-ന് 15, 4-ന് 20, 25, 30, 35, 40, 45, 50 ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇത്രയും ആയി. ഇനിയാണ് ശരിക്കും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. 5th സ്റ്റെപ്പ്. ഈ ഡേറ്റ ഈ പറഞ്ഞ പേപ്പറിലോട്ട് നമ്മൾ മാറ്റാൻ പോകണം. ഞാനിപ്പോൾ 2ാമത്തെ ഡേറ്റയാണ് അവിടെ ആദ്യം പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. നോക്കൂ, 2 സെക്കൻഡിൽ 10 മീറ്ററാണ് പൊസിഷൻ. അതെങ്ങനെ റെപ്രസെൻറ്റ്? നമ്മൾ ആദ്യം 2 സെക്കൻഡ് എവിടെ നിന്ന് കണ്ടുപിടിക്കും? 2 സെക്കൻഡ് ഇതാ ഇവിടെയാണ്, ഇവിടെ 2 സെക്കൻഡ്. അടുത്ത് വേണ്ട 10 മീറ്റർ എന്ന പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ് 10 മീറ്റർ എന്ന പൊസിഷൻ വരുന്നത്. 10 മീറ്റർ എന്ന പൊസിഷൻ വരുന്നത്. ഇനി ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ 2 സെക്കൻഡിൽ നിന്ന് ഒരു നോർമൽ ലംബം കൺസെപ്ച്വലി മനസ്സുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ ഗ്രാഫിലാണെങ്കിൽ ഇങ്ങനെ ധാരാളം വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ആ ലൈൻസിലൂടെ ഇങ്ങനെ മനസ്സുകൊണ്ട് നോക്കി പോയാൽ മതി. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻസ് ധാരാളം ഉണ്ട്. അപ്പോൾ 10 മീറ്റർ എന്ന ആ പൊസിഷനിൽ നിന്നും 2 സെക്കൻഡ് എന്ന ടൈമിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? 2 നോർമൽസ് പോസിറ്റീവ് ഡയറക്ഷൻസിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് വരയ്ക്കുന്നു. മനസ്സുകൊണ്ട് വരയ്ക്കരുത്, ആക്ച്വലി വരയ്ക്കരുത് ഗ്രാഫിൽ. പക്ഷെ ഞാനിവിടെ വരച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ 10-ൽ നിന്ന് ഞാനൊരു ഗ്രാഫ് അങ്ങനെ വരച്ചാൽ, ആ ഗ്രാഫല്ല, ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെല്ലും. 2-ൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ചെല്ലും. ഈ 2 നോർമൽസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് നമ്മോട് പറയുന്നത് 2 സെക്കൻഡ് എന്ന സമയത്തിൽ 10 മീറ്ററാണ് പൊസിഷൻ എന്ന്. 2 സെക്കൻഡ് എന്ന സമയത്തിൽ 10 മീറ്ററാണ് പൊസിഷൻ എന്ന ഡേറ്റ ഈ പോയിൻ്റാണ് പറയുന്നത്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഡയഗ്രാം, ഗ്രാഫ്. ഈ ഗ്രാഫിലെ ഈ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രമജോടി 2, 10 എന്നാണ്, അല്ലെങ്കിൽ ക്രമജോടി 2 സെക്കൻഡ് 10 മീറ്റർ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് ആക്സിസിലെ വില 2 സെക്കൻഡ് ആകുമ്പോൾ വൈ ആക്സിസിലെ വില 10 മീറ്റർ ആണ്. ഓർഡേർഡ് പെയർ 2, 10 അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ 2 സെക്കൻഡ് 10 മീറ്റർ എന്നാണ്. ഇതിനർത്ഥം വൈ ആക്സിസിലെ വില, ടൈമിൻ്റെ വില 2 സെക്കൻഡ് ആകുമ്പോൾ എക്സിലെ വില 10 മീറ്ററാണ്, പൊസിഷൻ 10 മീറ്ററാണ്. ഇങ്ങനെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ അധികം പോയിൻറ്റ്സ് കിട്ടും. അതിനെ കണക്ട് ചെയ്താൽ മതിയാവും ഗ്രാഫ് കിട്ടാണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റയായി. ഇനി ഈ ഡേറ്റ പ്ലോട്ട് ചെയ്യുക 0 സെക്കൻഡ് 0 മീറ്ററാണ്. രണ്ടും ഈ പോയിൻ്റ് തന്നെ അല്ലേ? 0 സെക്കൻഡും 0 മീറ്ററും ആ പോയിൻ്റ് തന്നെയാണ്. ഈ 2 പോയിൻറ്റ്സിൽ നിന്ന് നോർമൽസ് വരച്ച് തുടങ്ങുമ്പോൾ തന്നെ മീറ്റ് ചെയ്യും. ഇവിടെ ആ പോയിൻ്റ് വരുന്നത് ഓർഡേർഡ് പെയർ 0, 0. അടുത്ത പെയർ എന്താ? 4, 20. 4 സെക്കൻഡ് 20 മീറ്ററാണ്. അപ്പോൾ അതെങ്ങനെ വരുന്നു? 4 സെക്കൻഡ് നോക്കുക, 20 മീറ്റർ നോക്കുക, നോർമൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ കിട്ടും. ഈ പോയിന്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓർഡേർഡ് പെയർ 420 എന്ന് കിട്ടും.
അതുപോലെ 6 സെക്കൻഡിൽ 30 മീറ്റർ, 8 സെക്കൻഡിൽ 40 മീറ്റർ, 10 സെക്കൻഡിൽ 50 മീറ്റർ. ഈ ഡേറ്റ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. 6 സെക്കൻഡിൽ 30 മീറ്റർ ഏതാണ്ട് ഇവിടെ വരുന്നു. അതുപോലെ 8 സെക്കൻഡിൽ 40 മീറ്റർ, 10 സെക്കൻഡിൽ 50 മീറ്റർ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 6 പോയിൻറ്റ്സ് കിട്ടും. ഈ 6 പോയിൻറ്റുകളെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നില്ല, ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള ഡേറ്റ ഇതുപോലെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി, ഒരു നേർരേഖ കിട്ടി. ഈ സ്ട്രൈറ്റ് ലൈനാണ് ഈ മോഷൻ്റെ ടൈം പൊസിഷൻ ടേബിൾ. എങ്ങനെ ഒരു ടൈം പൊസിഷൻ ഗ്രാഫ് വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ടേബിൾ തയ്യാറാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ആക്സിസുകൾ ഗ്രാഫിൽ വരയ്ക്കുന്നു. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ ആക്സിസിലാണെന്ന് ഫിക്സ് ചെയ്യുന്നു, അത് എഴുതുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിളായിട്ട് സ്കെയിൽ സെലക്ട് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സ്കെയിലിനനുസരിച്ച് ക്വാണ്ടിറ്റീസ് ആക്സിസുകൾ റെപ്രസെൻ്റ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ടേബിളിലെ ഡേറ്റ ഗ്രാഫിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഈ 5 സ്റ്റെപ്പ് ആകുമ്പോഴേക്കും ഗ്രാഫ്, ഏത് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഇതാണ് സ്റ്റെപ്സ്. അപ്പോൾ ഈ ഗ്രാഫ് നന്നായിട്ട് വരച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് മറ്റ് ഗ്രാഫുകൾ വരയ്ക്കാം. അപ്പോൾ അതിനെ പ്രൊസീജിയർ എല്ലാം ഇതേ രീതി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മറ്റ് ഗ്രാഫുകൾ വരയ്ക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളൂടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ സമയസ്ഥാന ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഈ എങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രാക്ടീസ് ചെയ്യണം. അത് പല ഗ്രാഫുകൾ വരച്ച് നോക്കണം. ഈ ഡേറ്റ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. പല ഗ്രാഫുകൾ വരച്ച് നോക്കുക. പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വരച്ച് നോക്കണം. അപ്പോഴേക്കും നിങ്ങൾക്ക് ആ ഗ്രാഫ് വരയ്ക്കേണ്ടുന്നതിൻ്റെ മെത്തഡോളജി പിടികിട്ടും. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഈ ഗ്രാഫിൽ നിന്ന്, ഈ സമയസ്ഥാന ഗ്രാഫിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്? അതിൽ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് പൊസിഷൻ കണ്ടെത്താം എന്നുള്ളതാണ്. പൊസിഷൻ കണ്ടെത്താം. അപ്പോൾ ഒന്നാമത്തെ യൂസ്, ടു ഫൈൻഡ് പൊസിഷൻ ഓഫ് എ ബോഡി അറ്റ് എ ഗിവൺ ടൈം. ഒരു പ്രത്യേക സമയത്ത് വസ്തു എവിടെയായിരുന്നു, അതിൻ്റെ സഞ്ചാര പഥത്തിൽ എവിടെയായിരുന്നു. ഇവിടെ നോക്കിയാൽ 6 സെക്കൻഡിൽ 30 മീറ്ററിലാണ് സ്ഥാനം. അതേ കണക്ക് 5 സെക്കൻഡിൽ എവിടെയായിരിക്കും സ്ഥാനം, 5.2 സെക്കൻഡിൽ എവിടെയായിരിക്കും സ്ഥാനം. ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്, പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ഡിസ്റ്റൻസ് ട്രാവൽഡ്, സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി, അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, 4 സെക്കൻഡിൽ 20 മീറ്ററിലായിരുന്നു, 10 സെക്കൻഡിൽ 50 മീറ്ററിലായിരുന്നു. അപ്പോൾ 4 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ആ ഇടവേളയിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ല എത്രയാണ് സ്ഥാനാന്തരം. ആ 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ മതിയാവും. അപ്പോൾ 2 തവണ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ആ 4ലെയും 10ലെയും പൊസിഷൻസ് കണ്ടെത്തിയിട്ട് വ്യത്യാസമെടുത്താൽ നമുക്ക് ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെൻറ്റോ ചേഞ്ച് ഇൻ പൊസിഷനോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇവിടെ ഡിസ്റ്റൻസ് വന്നാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും, ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ അത് കണ്ടെത്താൻ ഉപയോഗിക്കാം. ഇനി ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ പ്രവേഗം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെൻറ്റോ ചേഞ്ച് ഇൻ പൊസിഷനോ കണ്ടെത്തിയ ശേഷം നമുക്ക് എന്ത് കണ്ടെത്താം? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം, പ്രവേഗം അല്ലെങ്കിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? ടു ഫൈൻഡ് പൊസിഷൻ, സ്ഥാനം കണ്ടെത്താം. ടു ഫൈൻഡ് ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനമാറ്റം കണ്ടെത്താം. ടു ഫൈൻഡ് വെലോസിറ്റി, പ്രവേഗം കണ്ടെത്താം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചേഞ്ച് ഇൻ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ എന്തിനുപയോഗിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസസ്. ഇനി പഠിക്കേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്നാണ്. അത് അടുത്ത പാർട്ടിൽ.